നമസ്കാരം, മിഡിയസ്റ്റ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊതുമാപ്പാനുകൂല്യത്തിൽ എക്സിറ്റ് നേടിയ അനധികൃത താമസക്കാർ ഉടൻ രാജ്യം വിടണമെന്ന ഇന്ത്യൻ എംബസി. 26,000-ലധികം പേർ സഹായം തേടിയതായും എംബസി. ഇനി ഇളവുകാലമായി അവശേഷിക്കുന്നത് ഒരു മാസം മാത്രം. ദുബായിൽ വാഹനാപകടത്തിൽ 7 പേർ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് വ്യവസായ മേഖലയിലേക്ക് തൊഴിലാളികളുമായി പോയ ബസ് നിയന്ത്രണം വിട്ട് ട്രക്കിലിടിച്ച്. മരിച്ചവരിൽ 4 പേർ ഇന്ത്യക്കാർ. യമനിലേക്കുള്ള ഐക്യരാഷ്ട്ര പ്രതിനിധിക്ക് നേരെ സനയിൽ വധശ്രമം. ഇസ്മയിൽ വലതു ഷെയ്ഖ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആക്രമണം റമദാന് മുൻപുള്ള സമാധാന ശ്രമത്തിനുള്ള യാത്രക്കിടെ. ആക്രമണത്തെ അപലപിച്ച് സൗദി. ഇന്ത്യയിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഉടൻ പുനരാരംഭിച്ചേക്കും. കുവൈത്ത് അധികൃതർ വിവിധ തലത്തിൽ ചർച്ചകൾ തുടങ്ങിയതായി റിപ്പോർട്ട്. കുവൈത്തിൽ ഗാർഹിക മേഖലയിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമായത് ചർച്ചകൾക്ക് വേഗം കൂട്ടുമെന്ന് വിലയിരുത്തൽ. റമദാനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസലോകം. ഖത്തറിലെ സ്വകാര്യ കമ്പനികളിൽ റമദാൻ മാസത്തെ പ്രവൃത്തി സമയം 6 മണിക്കൂറായി കുറയ്ക്കാൻ തൊഴിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് നിർദ്ദേശം. UAE-യിലെ സർക്കാർ ഓഫീസുകളുടെ സമയക്രമവും പ്രഖ്യാപിച്ചു. റമദാനോടനുബന്ധിച്ച് 977 തടവുകാരെ മോചിപ്പിക്കാൻ UAE പ്രസിഡന്റിന്റെ ഉത്തരവ്. വിശദമായ വാർത്തകളിലേക്ക്. പൊതുമാപ്പിന്റെ ആനുകൂല്യത്തിൽ എക്സിറ്റ് നേടിയ അനധികൃത താമസക്കാർ ഉടൻ രാജ്യം വിടണമെന്ന് ഇന്ത്യൻ എംബസി. 26,442 പേർ എംബസിയുടെ സഹായം തേടിയതായും എംബസി അറിയിച്ചു. ഇളവുകാലം ഇനി ഒരു മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. നിയമലംഘകരായ താമസക്കാർക്ക് സൗദി അറേബ്യ നൽകിയ ഇളവുകാലം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് എംബസി മുന്നറിയിപ്പുകൾ ആവർത്തിച്ചത്. ഇതുവരെ 26,000-ലധികം ഇന്ത്യക്കാർ ഔട്ട്പാസിനായി എംബസിയെ സമീപിച്ചു. ഇതിൽ ഭൂരിപക്ഷത്തിനും എക്സിറ്റ് ലഭിച്ചതായാണ് വിവരം. റിയാദിൽ ഇന്ത്യക്കാർക്ക് മാത്രമായി പ്രവർത്തിക്കുന്ന സേവന കേന്ദ്രത്തിൽ 10,000-ഓളം പേരാണ് എക്സിറ്റ് നേടിയത്. Over and above those who had valid passports of their own and they went directly and got an exit. So that could be a percentage which is smaller, I think, but this is the larger number. So in the 2 months plus around that month, on 56th day, around 2 months, the number is 26,442. So പൊതുമാപ്പിന്റെ ആനുകൂല്യത്തിൽ ഇതുവരെ രാജ്യം വിട്ട ഇന്ത്യക്കാരുടെ കൃത്യമായ കണക്കുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. എക്സിറ്റ് നേടിയിട്ടും രാജ്യം വിടാതെ കഴിയുന്നവരുണ്ട്. പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ ഇവർ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും എംബസി മുന്നറിയിപ്പ് നൽകി. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ KCM അബ്ദുള്ളയുണ്ട് റിയാദിൽ നിന്നും. അബ്ദുള്ള, ഒരു മാസം മാത്രം ഇളവ് ശേഷിക്കെ നടപടികൾ കൂടുതൽ കർശനമാവുകയാണോ? തീർച്ചയായും ഇനി ഒരു മാസം കൂടി മാത്രം അവശേഷിക്കെ നടപടികൾ കൂടുതൽ ദ്രുതഗതിയിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ എംബസി ഇന്ന് സാമൂഹിക പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും പ്രത്യേക യോഗം വിളിച്ചത്. ഇന്ത്യൻ എംബസിയിൽ നടന്ന യോഗത്തിൽ അംബാസഡർ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും അർഹരായ മുഴുവൻ ഇന്ത്യക്കാരെയും ഈ ആനുകൂല്യത്തിൽ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ഒരു ആവശ്യമാണ് സാമൂഹ്യ പ്രവർത്തകരോട് മുന്നിൽ വെച്ചിട്ടുള്ളത്. എല്ലാ ഇന്ത്യക്കാരും ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുകയും നിയമലംഘകരായി കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകി ഈ ഇളവുകാലം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ നിയമവിധേയമായി രാജ്യം വിട്ടുപോകാനുള്ള അവസരം സൃഷ്ടിക്കാനുള്ള നടപടികൾ ഒരുക്കണമെന്നും എംബസി ആവശ്യപ്പെട്ടു. ഇതിന് എംബസി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയതായും ഇതുമായി ബന്ധപ്പെട്ട് നാളെ വിദേശകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അംബാസഡർ ചർച്ച നടത്തുന്നുണ്ടെന്നും അംബാസഡർ ഇന്ന് വ്യക്തമാക്കി. അബ്ദുള്ള, ഇതുവരെ എത്ര പേരാണ് എക്സിറ്റ് നേടിയത്? അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇതുവരെ 26,442 പേർക്കാണ് ഇന്ത്യൻ എംബസി ഔട്ട് പാസ് ഇഷ്യൂ ചെയ്തത്. അതേസരം ഔട്ട് പാസ് ഇല്ലാതെ സ്വന്തമായി നേരത്തെ തന്നെ പാസ്പോർട്ട് കയ്യിലുണ്ടായിരുന്ന വലിയൊരു വിഭാഗം ആളുകളും എക്സിറ്റ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ എക്സിറ്റ് നടപടികൾ പൂർത്തീകരിച്ചവരിൽ ഭൂരിപക്ഷവും ഇനിയും രാജ്യം വിട്ടു പോയിട്ടില്ല എന്ന് തന്നെയാണ് സൗദി അറേബ്യയുടെ പാസ്പോർട്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും എംബസിക്ക് ഇതുവരെ കിട്ടിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് എംബസി ഇന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. നിയമപരമായി രാജ്യത്ത് തങ്ങാൻ അനുമതിയില്ലാത്ത ആളുകൾ, എക്സിറ്റ് നേടിയ ആളുകൾ എത്രയും വേഗം രാജ്യം വിട്ടുപോകണം. എക്സിറ്റ് നടപടികൾ പൂർത്തീകരിച്ച് ഇവിടെ തൊഴിലിൽ ഏർപ്പെടുന്നതിനോ അല്ലെങ്കിൽ ഉംറ നിർവഹിക്കുന്നതിനോ മറ്റ് സന്ദർശനങ്ങൾ നടത്തുന്നതിനോ മുതിരരുത് എന്ന് എംബസി ഇന്ന് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ട പല ആളുകളും പോലീസ് നടപടികൾ നേരിടുന്നതായി എംബസിക്ക് വിവരം ലഭിച്ചതായും അംബാസഡർ ഇന്ന് മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചു. അബ്ദുള്ള, എംബസി നിയമസഹായം നൽകുന്നതിന് എംബസി എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? എപ്പോഴൊക്കെയാവും ഇത് ലഭ്യമാവുക? നിബന്ധനകൾ എന്തൊക്കെയാണ്?
നിയമസഹായം എംബസിയിൽ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ തന്നെ എംബസിയിൽ ഇതിനായി പ്രത്യേക കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ സാമൂഹിക പ്രവർത്തകരുടെയും സഹകരണത്തോടു കൂടിയും എംബസി വിപുലമായ സൗകര്യങ്ങൾ തന്നെയാണ് ഇതിന് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ഇപ്പോൾ എംബസിയിൽ സഹായം തേടി എത്തുന്നവരുടെ എണ്ണം വളരെ പരിമിതപ്പെട്ടിട്ടുണ്ട് എന്ന് ആണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഏതാനും ആളുകൾ, അതായത് 100-ൽ താഴെയുള്ള ആളുകൾ മാത്രമാണ് എംബസിയിൽ സേവനം തേടി എത്തുന്നത്. പല ആളുകളും അവസാന ഘട്ടത്തിലേക്ക് ഇത് നീക്കി വെച്ചിരിക്കുകയാണോ എന്ന് അംബാസഡർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് അർഹരായ എല്ലാ ആളുകളും വരും ദിവസങ്ങളിൽ എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കാൻ സന്നദ്ധമായി മുന്നോട്ട് വരേണ്ടതുണ്ടെന്നും എംബസി ആവശ്യപ്പെട്ടു. ശരി അബ്ദുള്ള, പൊതുമാപ്പിന്റെ ആനുകൂല്യത്തിൽ എക്സിറ്റ് നേടിയ അനധികൃത താമസക്കാർ ഉടൻ രാജ്യം വിടണമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നു. ഇനി ഇളവുകാലം 1 മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. വിവരങ്ങളാണ് റിയാദിൽ നിന്നും KCM അബ്ദുള്ള നൽകിയത്. ദുബായ് വ്യവസായ മേഖലയിൽ തൊഴിലാളികളുമായി പോയ ബസ് നിയന്ത്രണം വിട്ട് ട്രക്കിലിടിച്ച് ദുബായിൽ 7 മരണം, 35 പേർക്ക് പരിക്ക്. ജബൽ അലി മേഖലയിലെ ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്കിനടുത്ത അൽ ലയസ് റോഡിൽ രാവിലെയായിരുന്നു അപകടം. 4 ഇന്ത്യക്കാർ, 2 നേപ്പാളുകാർ, ഒരു പാകിസ്ഥാൻ സ്വദേശി എന്നിവരാണ് അപകടത്തിൽ മരണമടഞ്ഞത്. ടയർ പൊട്ടിയതിനെ തുടർന്ന് ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടമായി ബസ് ട്രക്കിലിടിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ദുബായ് പോലീസ് ട്രാഫിക് വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ സെയ്ഫ് മുഹൈർ അൽ മസ്റൂയി ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഡ്രൈവർ ഉൾപ്പെടെ 41 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസ്സിൽ കുരുങ്ങിക്കിടന്ന 22 യാത്രക്കാരെയും ട്രക്ക് ഡ്രൈവറെയും ദുബായ് പോലീസ് സിവിൽ ഡിഫൻസ് ദൌത്യസംഘങ്ങളാണ് രക്ഷപ്പെടുത്തിയത്. ഗുരുതര പരിക്കേറ്റവരെ എയർ ആംബുലൻസിലാണ് റാഷിദ് ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തെ തുടർന്ന് ഷെയ്ഖ് സായിദ് റോഡിലും മുഹമ്മദ് ബിൻ സായിദ് റോഡിലും കനത്ത ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. ദുബായ് അബുദാബി യാത്രികർ ഏറെ നേരം റോഡിൽ കുടുങ്ങിക്കിടന്നു. യലായിസ് റോഡടച്ച് മറ്റു മാർഗങ്ങളിലൂടെ തിരിച്ചുവിട്ടാണ് ഗതാഗതം സാധാരണ നിലയിലാക്കിയത്. മീഡിയ 1 ദുബായ്. റമദാനിൽ UAE സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സമയക്രമം പ്രഖ്യാപിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയായിരിക്കും റമദാൻ മാസത്തിൽ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുക. സർക്കാർ മാനവ വിഭവശേഷി ഫെഡറൽ അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. റമദാനോടനുബന്ധിച്ച് 977 തടവുകാരെ മോചിപ്പിക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. വിവിധ കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്ന തടവുകാർക്ക് ആനുകൂല്യം ലഭിക്കും. ഇവരുടെ ബാധ്യതകൾ ഒഴിവാക്കാനും പ്രസിഡന്റ് ഉത്തരവിട്ടിട്ടുണ്ട്. ശിക്ഷ അനുഭവിക്കുന്നവർക്ക് പുതിയ ജീവിതം തുടങ്ങാനും പ്രയാസം അനുഭവിക്കുന്ന അവരുടെ കുടുംബത്തിന് ആശ്വാസം ലഭിക്കാനുമുള്ള നടപടിയെന്ന നിലയിലാണ് പ്രസിഡന്റ് മോചനം അനുവദിച്ചത്. ഈ വർഷത്തെ ഉംറ സീസൺ ആരംഭിച്ചതിന് ശേഷം ഇതുവരെയായി 60 ലക്ഷം തീർത്ഥാടകർക്ക് ഉംറ വിസ നൽകിയതായി സൗദി ഹജ്ജ് മന്ത്രാലയം. റമദാനിൽ കൂടുതൽ തീർത്ഥാടകരെത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഈ വർഷത്തെ ഉംറ സീസൺ തുടങ്ങിയതിനു ശേഷം ഇതുവരെയായി 60 ലക്ഷം തീർത്ഥാടകർക്ക് ഉംറ വിസ നൽകിയതായി സൗദി ഹജ്ജ് മന്ത്രാലയം വ്യക്തമാക്കി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ കൂടിയ എണ്ണമാണ്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പുണ്യനഗരിയിലെത്തുന്നത് റംദാനിലായിരിക്കും. ഈ തീർത്ഥാടകരെ സ്വീകരിക്കാൻ പുണ്യനഗരി ഒരുങ്ങിയതായി മക്ക ഗവർണർ അമീർ ഖാലിദ് അൽ ഫൈസൽ വ്യക്തമാക്കി. 1438 മുഹറം മുതലാണ് ഉംറ വിസ അനുവദിക്കാൻ തുടങ്ങിയത്. ഷഅബാൻ വരെയുള്ള കണക്കനുസരിച്ച് 60 ലക്ഷം വിസ അനുവദിച്ചു കഴിഞ്ഞു. അവശേഷിക്കുന്ന 2 മാസം കൂടി പരിഗണിക്കുമ്പോൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ തീർത്ഥാടകർ ഈ വർഷം ഉംറയ്ക്കെത്തും. കഴിഞ്ഞ വർഷത്തെ ഉംറ സീസണിൽ 64 ലക്ഷം പേർക്കാണ് വിസ അനുവദിച്ചിരുന്നത്. ഇതിനോടടുത്ത എണ്ണം 8 മാസത്തിനകം തന്നെ നൽകിക്കഴിഞ്ഞതായി മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. 2015-ൽ 58 ലക്ഷം പേരാണ് ഉംറയ്ക്ക് എത്തിയത്. സൗദി വിഷൻ 2030ന്റെ ഭാഗമായി ഹജ്ജ് ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവ് വരുത്തിക്കൊണ്ട് പെട്രോൾ ഇതര വരുമാനം വർദ്ധിപ്പിക്കാനും സൗദിക്ക് പദ്ധതിയുണ്ട്. മീഡിയ 1 റിയാദ്. റമദാൻ മാസത്തിന്റെ വരവറിയിച്ച് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഫാനൂസ് വിൽപ്പന സജീവമായി. പാതയോരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ കത്തിച്ചുവെച്ച ഫാനൂസുകൾ മാത്രം വിൽക്കുന്ന കടകളുടെ കാഴ്ച അതിമനോഹരമാണ്. വിവിധ വർണ്ണങ്ങളിലും രൂപത്തിലുമുള്ള ഫാനൂസുകൾ മാർക്കറ്റുകളിൽ ഇന്ന് ലഭ്യമാണ്. റമദാനെ സ്വാഗതം ചെയ്ത് വീടുകളിലും സ്ഥാപനങ്ങളിലും ഫാനൂസ് തൂക്കുന്ന പതിവ് പ്രകടമാണ്. മലയാളികൾക്ക് അന്യം നിന്ന റാന്തൽ വിളക്കിന്റെ വകഭേദമായി അറിയപ്പെടുന്ന ഫാനൂസ് അറേബ്യൻ പാരമ്പര്യത്തിന്റെ വൈവിധ്യങ്ങൾ അയവിറക്കാനുള്ള പ്രകാശ ജ്വാലയാണ്. പഴമയുടെ പെരുമ വിളിച്ചോതി പണ്ടുകാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ ഉപയോഗിച്ചിരുന്ന പാനീസ് വിളക്കിനെ അറബിയിൽ വിളിക്കുന്ന പേര് തന്നെയാണ് ഫാനൂസ്. ജിദ്ദ യാംബു ബീച്ച് ഹൈവേയുടെ ഓരം ചേർന്ന് ഫാനൂസുകൾ വിൽപ്പന നടത്തുന്ന ഈജിപ്ഷ്യൻ കച്ചവടക്കാരന്റെ ഈ കടയുടെ ഭംഗി ആരെയും ആകർഷിക്കും. റമദാൻ ഇങ്ങെത്തിയെന്നറിയിക്കാൻ തെരുവോരത്ത് ഫാനൂസ് തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഏറി വരികയാണ്. മുതിർന്നവർ റമദാൻ സമ്മാനമായി ഫാനൂസുകൾ നൽകുന്ന രീതി ഇന്നും ചില അറബി വീടുകളിൽ പതിവാണ്. بمناسبة قرب رمضان الكريم دائما نحتفل بقدومه فنحتفل بالفوانيس ونحتفل بتجمع الأطفال فهذه الفوانيس كما ترون نحتفل بها ونقدمها على سفرة رمضان.
ഈജിപ്തുകാർക്ക് ഇപ്പോഴും ഫാനൂസിന്റെ വെളിച്ചമില്ലാതെ നോമ്പില്ലെന്ന് ഫാനൂസ് കച്ചവടം ചെയ്യുന്ന ഈജിപ്ഷ്യനായ അബ്ദുറഹ്മാൻ പറഞ്ഞു. റമദാൻ മാസപ്പിറ കണ്ടതു മുതൽ ഷവ്വാലിന്റെ പൊന്നമ്പിളിക്കീറ് ആകാശത്ത് തെളിയും വരെ ഈജിപ്തുകാരുടെ വീടുകളിൽ നക്ഷത്രപ്രഭയേകി ഫാനൂസ് വിളക്ക് തെളിഞ്ഞു കത്താറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ സൗദിയിലെ റമദാൻ സ്പെഷ്യൽ കടകളിലും അറബി വീടുകളിലെ തീൻമേശകളിലും ബാൽക്കണികളിലുമൊക്കെ റമദാൻ വെളിച്ചത്തിന്റെ അടയാളമായി ഫാനൂസുകൾ കാണാം. നിയാസ് യൂസുഫ്, മീഡിയ 1, യാംപു. റമദാനിൽ UAE-യിലെ നിർധനരായ സ്വദേശി വിദേശി കുടുംബങ്ങൾക്ക് വിപുലമായ ജീവകാരുണ്യ പദ്ധതിയുമായി വീണ്ടും ലുലു ഗ്രൂപ്പ്. പദ്ധതി പ്രകാരം ഈ വർഷം 40 ലക്ഷം ദിർഹമിന്റെ പർച്ചേസ് കാർഡുകളാണ് ആവശ്യക്കാർക്ക് സൗജന്യമായി നൽകുക. ഇത് തുടർച്ചയായ 10ാം വർഷമാണ് ദുബൈയിലെ മുഹമ്മദ് ബിൻ റാഷിദ് ചാരിറ്റി ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനുമായി സഹകരിച്ച് ലുലു ഗ്രൂപ്പ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. 500 ദിർഹമിന്റെ കാർഡുകൾ 8000 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. UAE നിവാസികളായ നിർധന കുടുംബങ്ങൾക്ക് റമദാനിൽ ലുലു ഗ്രൂപ്പ് മുഖേന ഭക്ഷ്യസാധനങ്ങൾ വാങ്ങുന്നതിനാണ് ഈ ഗിഫ്റ്റ് കാർഡുകൾ കൈമാറുക. ദുബൈയിൽ നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് മേധാവി MA യൂസുഫ് അലി ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഓരോ കൊല്ലം ഓരോന്നിനാണ് സ്പെഷ്യാലിറ്റി. ഇക്കൊല്ലം ഇയർ ഓഫ് ഗിവിംഗ് ആണ്. അഫ്ഷർക്കും അശ്രനർക്കും കൊടുക്കലാണ് ഇക്കൊല്ലത്തെ ഗവൺമെൻറ്റിൻ്റെ നയം. ആ നയം അനുസരിച്ച് കൂടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഹ്യൂമാനിറ്റേറിയൻ സെന്ററിന് വേണ്ടി ജനറൽ മാനേജർ സാലിഹ് സാഹിർ അൽ മസ്റൂയിയാണ് കരാറിൽ ഒപ്പുവെച്ചത്. ലുലു ഗ്രൂപ്പ് ഡയറക്ടർ MA സലീം, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അലി മുഹമ്മദ് അൽ ഷമാലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ 1, ദുബൈ. ഇന്ത്യയിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കാൻ കുവൈത്ത് അധികൃതർ വിവിധ തലത്തിൽ ചർച്ചകൾ തുടങ്ങിയതായി റിപ്പോർട്ട്. തടസ്സങ്ങൾ നീക്കി ഇന്ത്യയിൽ നിന്ന് വൈകാതെ റിക്രൂട്ടിംഗ് പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് അധികൃതർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഇന്ത്യൻ അധികൃതരുമായി ചർച്ചകൾ നടത്തി ഇക്കാര്യത്തിൽ സാധ്യമായ നടപടികൾ കൈക്കൊള്ളാൻ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. വിദേശകാര്യ മന്ത്രാലയവും ഗാർഹിക തൊഴിലാളി വകുപ്പും നിരവധി ചർച്ചകൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട്. ഇക്കാമ കാര്യവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മേജർ ജനറൽ അബ്ദുള്ള അൽ ഹജ്രിയുടെ മേൽനോട്ടത്തിലാണ് ചർച്ചകൾ. തൊഴിലാളികളിലെ ശമ്പളം തടഞ്ഞുവെക്കൽ, മൃതദേഹം കയറ്റിയേക്കാനുള്ള തടസ്സം നീക്കൽ, മറ്റു പരാതി പരിഹാരങ്ങൾ എന്നിവ സംബന്ധിച്ച് വ്യക്തമായ ഉറപ്പ് കുവൈറ്റ് അധികൃതർ നൽകുന്നുണ്ടെന്നാണ് വിവരം. ശമ്പളം തടഞ്ഞുവെക്കുന്ന സ്പോൺസർമാരെ ആഭ്യന്തര വകുപ്പ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതടക്കം നടപടികളുണ്ടാവും. പുതിയ ഗാർഹിക തൊഴിലാളി നിയമത്തിൽ ഇതിനെല്ലാം വ്യവസ്ഥയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. തൊഴിലാളികൾ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാത്ത നടപടികളും പീഡനങ്ങളും സ്പോൺസർമാരിൽ നിന്ന് ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇന്ത്യൻ അധികൃതർ ഗാർഹിക തൊഴിലാളികളെ ഇനി കുവൈറ്റിലേക്ക് അയക്കേണ്ട എന്ന് തീരുമാനിച്ചത്. സ്ത്രീകളെ വീട്ടുജോലിക്ക് അയക്കണമെങ്കിൽ സ്പോൺസർ $750 ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി നിബന്ധന വെച്ചത് നേരത്തെ ഏറെ വിവാദമായിരുന്നു. കുവൈറ്റിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ബാങ്ക് ഗ്യാരണ്ടി നിബന്ധന എടുത്തുമാറ്റിയെങ്കിലും സ്ത്രീ തൊഴിലാളികളുടെ തൊഴിൽ കരാർ സാക്ഷ്യപ്പെടുത്തുന്നത് എംബസി നിർത്തി. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഏറെക്കുറെ നിലച്ചിരുന്നു. ഗാർഹിക മേഖലയിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമായതാണ് ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കാൻ അധികൃതരെ പ്രേരിപ്പിച്ചത്. ഇന്തോനേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ നിലവിൽ റിക്രൂട്ട്മെന്റ് നിർത്തിവച്ചിരിക്കുകയാണ്. ജോലിക്കാർ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നു എന്ന കാരണം മുൻനിർത്തി എത്യോപ്യയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റും കുവൈത്ത് നിർത്തിയിരിക്കുകയാണ്. ഇതുമൂലം ഗാർഹിക മേഖലയിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമായിട്ടുണ്ട്. നിലവിൽ ഫിലിപ്പൈൻസിൽ നിന്നാണ് കൂടുതൽ ഗാർഹിക ജോലിക്കാർ എത്തുന്നത്. കുവൈറ്റിലേക്ക് ഗാർഹിക ജോലിക്കാരെ അയക്കുന്നത് നിർത്തിവെക്കാൻ ഫിലിപ്പൈൻസ് ഒരുങ്ങുന്നതായി അടുത്തിടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിസാർ കെ റഷീദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. തൊഴിൽ പ്രശ്നം നിലനിൽക്കുന്ന കുവൈത്ത് ഖറാഫി നാഷണൽ കമ്പനിയിലെ തൊഴിലാളികൾ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സമരത്തിലേക്ക്. കമ്പനി അധികൃതരുടെ അനാസ്ഥയാണ് തൊഴിലാളികളെ വീണ്ടും സമരത്തിലേക്ക് നയിച്ചത്. എംബസി അധികൃതർ കമ്പനി ഉടമകളുമായി നടത്തിയ ചർച്ചയെ തുടർന്നായിരുന്നു 2 മാസം മുമ്പ് തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ചത്. രാജിവെച്ച തൊഴിലാളികൾക്ക് സർവീസ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിനാൽ നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. മാസങ്ങളായി ഭക്ഷണവും ശമ്പളവും ഇല്ലാതെ കഴിയുന്നവർ, വിസ കാലാവധി കഴിഞ്ഞ് പുതുക്കി കിട്ടാത്തവർ തുടങ്ങിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നവരാണ് മിക്ക തൊഴിലാളികളും. മാത്രവുമല്ല, കമ്പനിയുടെ പല ക്യാമ്പുകളിലും മതിയായ ഭക്ഷണവും കുടിവെള്ളവും ലഭിക്കുന്നില്ല എന്ന പരാതിയും വ്യാപകമാണ്. കൂടാതെ 10 മാസം മുതൽ 2 മാസം വരെയുള്ള ശമ്പള കുടിശ്ശികയും തൊഴിലാളികൾക്ക് ലഭിക്കുവാനുണ്ട്. എംബസിയും സർക്കാരും അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നാണ് തൊഴിലാളികളുടെ അഭ്യർത്ഥന. ആത്മഹത്യ മാത്രമാണ് തങ്ങളുടെ മുന്നിലെ പോംവഴിയെന്നും ഇന്ന് സമരത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരടക്കമുള്ള തൊഴിലാളികൾ പറഞ്ഞു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഹോട്ട്പാക്കിന്റെ UAE-യിലെ 3ാമത് റീറ്റെയിൽ ഷോറൂം ഗോഫുഖാനിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉയർന്ന സാങ്കേതിക വിദ്യയിൽ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങളുടെ മികച്ച ശേഖരമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. ഡിസ്പോസിബിൾ ഫുഡ് പാക്കിംഗ് വിതരണ രംഗത്തെ മുൻനിര ബ്രാൻഡാണ് ഹോട്ട്പാക്ക്. ഗോർഫുഖാനിൽ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മുനിസിപ്പാലിറ്റി ഡെപ്യൂട്ടി ചെയർമാൻ മുഹമ്മദ് അബ്ദുൾ റാൻ അൽ ഖവാലി നിർവഹിച്ചു. ഗ്രൂപ്പ് ചെയർമാനും MD-യുമായ PB അബ്ദുൽ ജബ്ബാർ
ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PB സൈനുദ്ദീൻ, റീജിയണൽ ഡയറക്ടർ മുഹമ്മദ് അഷ്റഫ്, സാജിദ ഗ്രൂപ്പ് MD മുഹമ്മദ് അൻവർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ഗോർഫുഖാൻ സുബാറ മെയിൻ റോഡിലാണ് പുതിയ ഷോറൂം. ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന നിലയിൽ നിരക്കിളവിന്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് ഇവിടെ ലഭിക്കുമെന്ന് ഹോട്ട്പാക്ക് അധികൃതർ അറിയിച്ചു. മീഡിയ 1 ഗോർഫുഖാൻ. കേരളത്തിൽ ജീവിക്കുന്നവരെക്കാൾ സാമൂഹിക പ്രതിബദ്ധത പുലർത്തുന്നവരാണ് പ്രവാസികളെന്ന സംവിധായകൻ വിനയൻ. ദമാം നവയുഗം സാംസ്കാരിക വേദിയുടെ ദശവാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ സ്ഥിരമായി ജീവിക്കുന്നവരെക്കാൾ സാമൂഹ്യ ജീവിതത്തിൽ നിസ്വാർത്ഥതയോടെ സഹായിക്കുന്നവരാണ് പ്രവാസികളെന്ന് പ്രമുഖ സിനിമാ സംവിധായകൻ വിനയൻ അഭിപ്രായപ്പെട്ടു. നവയുഗം സാംസ്കാരിക വേദിയുടെ ദശവാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ട്. എങ്കിലും പരസ്പര സ്നേഹവും ദയയും സാമൂഹ്യബോധവും കുറഞ്ഞുവരുന്നതായാണ് കാണുന്നത്. എന്നാൽ ഗൾഫ് നാടുകളിൽ സ്വന്തം പരാധീനതകൾക്കിടയിലും മറ്റുള്ളവർക്കായി അകമഴിഞ്ഞ് സഹായങ്ങൾ ചെയ്യുന്ന പ്രവാസി ജീവകാരുണ്യ പ്രവർത്തകർ കേരളത്തിന് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് 2016 നവയുഗം AB ബർദൻ സ്മാരക സാമൂഹ്യ സേവന പുരസ്കാരം കിഴക്കൻ പ്രവിശ്യയിലെ മുതിർന്ന ജീവകാരുണ്യ പ്രവർത്തകൻ EM കബീറിന് വിനയൻ സമ്മാനിച്ചു. ചടങ്ങുകൾക്ക് നവയുഗം നേതാക്കളായ ശ്രീകുമാർ വെള്ളലൂർ, സുമി ശ്രീലാൽ, മണിക്കുട്ടൻ, അബ്ദുൽ ലത്തീഫ് മൈനാഗപ്പള്ളി, ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമാം. പൊന്നാനി സിറ്റി വെൽഫെയർ ഫോറം കുവൈത്ത് ഘടകം കുവൈത്തിൽ ഹ്രസ്വ സന്ദർശനത്തിലെത്തിയ കേരള നിയമസഭാ സ്പീക്കറും പൊന്നാനി MLAയുമായ P. ശ്രീരാമകൃഷ്ണന് സ്വീകരണം നൽകി. സാൽമിയ സുന്നി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രോഗ്രാം കൺവീനർ യൂസഫ് KV സ്വാഗതം പറഞ്ഞു. PCWF കുവൈത്ത് പ്രസിഡന്റ് പ്രശാന്ത് കവളങ്ങാട് അധ്യക്ഷത വഹിച്ചു. ആസന്നമായ റമദാൻ മാസത്തിന് സ്വാഗതമോദി ബഹ്റൈനിൽ നടന്ന മതപ്രഭാഷണ പരിപാടിയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ KFCC ഘടകമാണ് പരിപാടി സംഘടിപ്പിച്ചത്. യുവ പ്രഭാഷകനും പണ്ഡിതനുമായ ഖലീൽ ഹുദവി അഹ്ലൻ റമദാൻ എന്ന വിഷയത്തിൽ നടത്തിയ പ്രഭാഷണം ശ്രവിക്കാൻ മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ നിരവധി വിശ്വാസികളാണ് കുടുംബസമേതം എത്തിച്ചേർന്നത്. മനസ്സിനെ സംസ്കരിച്ച് നിഷ്കളങ്കരായി തീരാൻ റമദാൻ മാസത്തെ ഉപയോഗപ്പെടുത്തണമെന്നും ജീവിത വിശുദ്ധി നേടി പരലോകമോക്ഷം നേടണമെന്നും അദ്ദേഹം സദസ്സിനെ ഉണർത്തി. നമ്മുടെ നോമ്പ് കൊണ്ട് അത്യന്തികമായ നമ്മുടെ ലക്ഷ്യം നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനാണ്. പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അകലെയാണ്, സ്വർഗം കിട്ടാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ ലക്ഷ്യം, അൾട്ടിമേറ്റ് എയിം, പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പാപങ്ങൾ പൊറുക്കപ്പെടാനാണ്. ബഹ്റൈൻ KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഗമം 2017 ഭാഗമായി 2 ദിവസങ്ങളിലായി നടത്തിയ പ്രഭാഷണ പരിപാടി ജംഷിദ് മൂസയുടെ ഖുർആൻ പാരായണത്തോടുകൂടിയാണ് ആരംഭിച്ചത്. ജില്ലാ ജനറൽ സെക്രട്ടറി ഫൈസൽ കോട്ടപ്പള്ളി പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചു. ജില്ലാ ഘടകം പ്രസിഡന്റ് ഫൈസൽ വില്യാപ്പള്ളി അധ്യക്ഷനായിരുന്നു. KMCC ബഹ്റൈൻ പ്രസിഡന്റ് SV ജലീൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ ആമുഖ പ്രഭാഷണം നടത്തി. ഹസൈനാർ കളത്തിങ്ങൽ, ഷംസുദ്ദീൻ വെള്ളികുളങ്ങര, OK കാസിം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സിറാജ് പള്ളിക്കര, മീഡിയ 1 ബഹ്റൈൻ. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 26ാമത് ചരമദിനത്തോടനുബന്ധിച്ച് OICC സലാലിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. സലാല സെന്ററിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഡിജിറ്റൽ ഇന്ത്യയുടെ പിതാവായി വിശേഷിപ്പിക്കേണ്ടത് രാജീവ് ഗാന്ധിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സോമൻ, NK മോഹൻദാസ്, D. ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിലെത്തിയ പ്രവാസി 4ാം ദിവസം വാഹനാപകടത്തിൽ മരിച്ചു. മലപ്പുറം തലപ്പാറ സ്വദേശി മൊയ്തീൻകുട്ടി എന്ന കുഞ്ഞാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. നാഷണൽ ഹൈവേയിൽ തലപ്പാറയ്ക്കടുത്തുള്ള തലവേട്ടിയിൽ വെച്ച് ഇദ്ദേഹം ഓടിച്ചിരുന്ന കാർ എതിരെ വന്ന ബസ്സിനിടിച്ചായിരുന്നു അപകടം. 35 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഇദ്ദേഹം ജിദ്ദയിലെ ബലദിൽ മാർവൽ ടെക്സ്റ്റൈൽസ് ഉടമയായിരുന്നു. പ്രശസ്ത ബംഗാളി എഴുത്തുകാരനും ജനകീയ നാടക പ്രവർത്തകനുമായ ബാദൽ സർക്കാരിന്റെ ഹട്ടാമലൈ നാടിനുമപ്പുറം എന്ന നാടകാവിഷ്കാരം ദോഹയിൽ അരങ്ങേറി. നൃത്തവും സംഗീതവും ഹാസ്യവുമെല്ലാം സമഞ്ചേർത്ത നാടകാവിഷ്കാരത്തിലൂടെ നന്മയും സ്നേഹവും പൂക്കുന്ന ഹട്ടാമലൈ എന്ന സ്വപ്നലോകത്തെയാണ് ഖത്തറിലെ നാടക പ്രവർത്തകർ അരങ്ങിലെത്തിച്ചത്. ആധുനിക ലോകത്തിന്റെ മുഖമുദ്രയായ കാപ്പട്യത്തിനും കളങ്കത്തിനും ഇടമില്ലാത്ത ക്ഷേമവും സമൃദ്ധിയും പൂക്കുന്ന സ്വപ്നലോകമാണ് ഹട്ടാമലൈ നാട്. കള്ളവും ചതിയുമില്ലാത്ത ഗ്രാമീണരുടെ ഇടയിലെത്തിപ്പെടുന്ന 2 കള്ളന്മാരുടെ കഥയാണ് ഈ നാടകം. വിചിത്രമെന്ന് തോന്നാവുന്ന ഹട്ടാമലൈ നാടിനെ സ്വപ്നലോകത്തിന്റെ പ്രതീതി നൽകി അതിമനോഹരമായി അവതരിപ്പിക്കാനായി എന്നതാണ് ഗണേഷ് ബാബു മയ്യിലിന്റെ സംവിധാന മികവ്. നന്മ നിറഞ്ഞ മനുഷ്യർക്കിടയിൽ മോഷണം നടത്താനുള്ള ശ്രമങ്ങളിൽ പരാജയപ്പെടുന്ന കള്ളന്മാരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച രമേശൻ തെക്കടവനും മനീഷ് സാരംഗിയുമാണ് നാടകത്തിൽ മുഖ്യവേഷങ്ങളിലെത്തിയത്. പാട്ടും നൃത്തവുമായി മുന്നോട്ടു നീങ്ങിയ രംഗാവിഷ്കാരത്തിന് സംഗീതം നിർവഹിച്ചത് രതീഷ് മെത്രാടനാണ്. രാഖി വിനോദ്, മുരളി C, മനോജ് BP, വിനയൻ ബേപ്പൂർ എന്നിവർ ചേർന്നൊരുക്കിയ സവിശേഷമായ രംഗപടം
ഹട്ടാമലൈ നാടിന് കാൽപ്പനിക ചന്തം പകർന്നു നൽകി. ഖത്തറിലെ കണ്ണൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ കുവാക്കിന്റെ ബാനറിൽ അരങ്ങേറിയ നാടകത്തിൽ 20ഓളം അഭിനേതാക്കളാണ് അരങ്ങിലെത്തിയത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ജിദ്ദ തിരൂർക്കാട് കമ്മിറ്റിയും ഫോക്കസ് ജിദ്ദയും സംയുക്തമായി അൽമാസ് ഐഡിയൽ മെഡിക്കൽ കമ്പനിയുടെ സഹകരണത്തോടെ സൗജന്യ വൃക്കരോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. 500ഓളം ആളുകൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ഫോക്കസിന്റെ ആഭിമുഖ്യത്തിൽ സൗദി അറേബ്യയിൽ സംഘടിപ്പിക്കുന്ന 22ാമത് ക്യാമ്പാണ് ജിദ്ദയിൽ നടന്നത്. വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സാ പ്രതിവിധിയും ബോധവൽക്കരണവും നൽകുക എന്നതായിരുന്നു ക്യാമ്പിന്റെ ലക്ഷ്യം. അൽമാസ് മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ ഹാരിസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കിഡ്നി ബോധവൽക്കരണ ക്യാമ്പിന് ഫോക്കസ് സൗദി അഡ്വൈസറി ബോർഡ് മെമ്പർ പ്രിൻസാദ് പാറായി നേതൃത്വം നൽകി. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹവും അധിക രക്തസമ്മർദ്ദവും അനിയന്ത്രിതമായി വർദ്ധിക്കുന്നതിനനുസരിച്ച് വൃക്കരോഗങ്ങൾ കൂടിവരുന്നതായും വൃക്കയുടെ കൃത്യമായ പരിചരണക്കുറവ് വലിയ അസുഖങ്ങളിലേക്ക് നയിക്കപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു. രോഗം കണ്ടെത്താൻ വൈകുന്നത് വഴി ഒരാളും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടരുത് എന്ന സന്ദേശമാണ് ഇതുപോലുള്ള ക്യാമ്പുകൾ കൊണ്ട് ഫോക്കസ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫോക്കസ് ഭാരവാഹികളോടൊപ്പം ജിദ്ദ തിരൂർക്കാട് കമ്മിറ്റി ഭാരവാഹികളായ ഉമർ എടുപ്പടിയൻ, അഹമ്മദ് മുഹിയുദ്ദീൻ, ഫിറോസ്, റഹ്നാസ്, അൽമാസ് മെഡിക്കൽ കമ്പനി പ്രതിനിധികളായ ആസിഫ് അലി, അയ്യൂബ് മുസ്ലിയാരകത്ത്, മിർസ ഷരീഫ് തുടങ്ങിയവർ ക്യാമ്പ് നിയന്ത്രിച്ചു. മീഡിയ 1, ജിദ്ദ. ജിദ്ദ സ്പോർട്സ് ക്ലബ്ബ് 4ാമത് YSL ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തഹലിയ ഡങ്ക് സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ ജിദ്ദയിലെ വിവിധ സ്കൂൾ ടീമുകൾ പങ്കെടുത്തു. 15 വയസ്സിന് താഴെയുള്ള വിഭാഗത്തിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഏകപക്ഷീയമായ 4 ഗോളിന് അൽവുറൂദ് ഇന്റർനാഷണൽ സ്കൂളിനെ പരാജയപ്പെടുത്തി. 17 വയസ്സിന് താഴെയുള്ള വിഭാഗത്തിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിനെ എതിരില്ലാത്ത 6 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി എരിത്രിയൻ സ്കൂൾ ജേതാക്കളായി. ഫൈസ് ഇസ്മായിൽ, രോഹിത്, നയീം, അബ്ദുള്ള ആരിഫ്, ഫറാഹ അമ്മാർ, റാഷിദ് എന്നിവരെ ടൂർണമെന്റിലെ മികച്ച കളിക്കാരായി തെരഞ്ഞെടുത്തു. ഇന്നത്തെ മീഡിയ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.